തുടക്കം, വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം. അതുപോലെ തന്നെയാണ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ്റെയും ഒരു ഗംഭീര തുടക്കമാണ് ഈ സിനിമ. ജൂഡ് ആൻ്റണി ജോസഫ് 2018 ശേഷം 2018 എന്ന മൂവിക്ക് ശേഷം ചെയ്യുന്ന ഒരു മൂവി എന്ന നിലയ്ക്ക് ഒരു വുമൺ ഓറിയൻറ്റഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. വുമൺ ഓറിയൻറ്റഡ് മൂവി തന്നെ എന്ന് പറയാം. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എല്ലാം ഒരു ത്രില്ലിങ് രീതിയിൽ കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വേറെ രീതിയിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ പടം എടുത്തു വച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മോഹൻലാലും ഇതിലൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ആൻ്റണി പെരുമ്പാവൂറും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോബി കുര്യൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സായികുമാർ ചെയ്തിട്ടുണ്ട്. മനോജ് കേജന് വലിയ റോളുണ്ടോയെന്ന് ചോദിച്ചാൽ റോളുണ്ട്. ഗണേഷ് കുമാറുണ്ട്. മിയ ജോർജ് ഉണ്ട്. മിയ ജോർജ് എല്ലാം വേറെ പൈസ ഇല്ലാതെ ചെയ്തതാണ്. കാരണം സ്പെഷ്യൽ താങ്ക്സ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ അധികം ക്യാരക്ടേഴ്സ്, കുറേ അധികം ആക്ടേഴ്സ് ഉള്ള സിനിമയാണ് തുടക്കം എന്ന് പറഞ്ഞാൽ. ജൂഡ് ആൻ്റണി തന്നെയാണ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. സ്റ്റോറി ലിനീഷ് നെല്ലിക്കൽ എന്ന് പറഞ്ഞൊരു റൈറ്ററിൻ്റെ പേരാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ജോമോൻ ടി ചോണാണ്, അഖിൽ ജോർജ്, ഇവരൊക്കെ സിനിമാറ്റോഗ്രാഫി രണ്ടുപേര് വന്നിട്ടുണ്ട്. അഡീഷണൽ സിനിമാറ്റോഗ്രാഫി സുദീപ് എലമോൻ, എഡിറ്റിംഗ് ചമൻ ചാക്കോ, ഒന്നും പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മ്യൂസിക് ജെയ്ക്സ് ബിജോയിൻ്റെ ഒരു മൂവി അല്ലെ ചമൻ ചാക്കോൻ്റെ മൂവി നമുക്ക് അങ്ങനെ ഒരു നമ്മൾ ടെക്നിക്കൽ രീതിയിൽ ഒരു ടെക്നിക്കൽ പേഴ്സൺസിനെ നോക്കിയിട്ട് സിനിമയ്ക്ക് നമുക്ക് കയറാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ ജെയ്ക്സ് ബിജോയ് ചെയ്യുന്ന വർക്കുകളെല്ലാം ഗംഭീരമാണ്. അതുപോലെ തന്നെയാണ് ചമൻ്റെ എഡിറ്റിംഗ്. ഇവർ രണ്ടുപേരുടെ പേരിൽ തന്നെ സിനിമ വേണമെങ്കിൽ ബിസിനസ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ രണ്ടുപേരും സെറ്റായിട്ടുണ്ട്. കാരണം മ്യൂസിക്കിനും ചെയ്യുന്നതും എഡിറ്റിംഗ് ചെയ്യുന്നതും ഒരു സിനിമയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിലോട്ട് വരികയാണെങ്കിൽ വിസ്മയ മോഹൻലാൽ നല്ല രീതിയിൽ ഗംഭീരമാക്കി എന്ന് തന്നെ പറയും. എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവിയായിട്ടാണ് ഈ തുടക്കം മൂവിയെ തോന്നുന്നത്. വൺ ടൈം വാച്ചബിൾ. വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല, തീർച്ചയായിട്ടും അല്ല. വിസ്മയ മോഹൻലാൽ ഒരു നല്ല രീതിയിൽ പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ഞെട്ടിച്ച ഒരാൾ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മാത്രം അങ്ങനെ ഡയലോഗുള്ളൂ. പുള്ളി സിനിമയിലുണ്ട്. പക്ഷേ ഒരു കൊടൂര വില്ലൻ എന്നുള്ള രീതിയിൽ പുള്ളി മലയാള സിനിമയിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. മറ്റേ എമ്പുരാനിലൊരു ജസ്റ്റ് പാസിങ് സീൻ മാത്രമേ ഉള്ളൂ. അതിനെ ഒരു ആക്ടിങ് ഒരു സംഭവമായിട്ട് എടുക്കാൻ പറ്റില്ല. ഇതും പുള്ളിയുടെ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പുള്ളിയുടെ തുടക്കം. വേറെ ആരും ഇവിടെ എഴുതിയിട്ടുണ്ട് മോഹൻലാലിൻ്റെ പോലെ ആൻ്റണി പെരുമ്പാവൂർ ഒരു മോഹൻലാൽ വില്ലനായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂർ മകനെയും വില്ലനാക്കി ഈ സിനിമയിലോട്ട് കൊണ്ടുവന്ന് നായകനിലോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയായിരിക്കാം പലരും പറയുന്നതാണ്. എൻ്റെ അഭിപ്രായമല്ല, അത് വേറെ പലരുടെ അഭിപ്രായമാണ്. എങ്കിലും പുള്ളിയുടെ ഇത് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വിസ്മയ മോഹൻലാൽ തുടക്കക്കാരി, പിന്നെ മലയാളം അറിയാത്ത കുറച്ച് സംഭവങ്ങളെല്ലാം പുള്ളിക്കാരി തന്നെ ഇൻ്റർവ്യൂവിൽ പലതായിട്ട് പറഞ്ഞു. പുള്ളിക്ക് ഏറ്റവും വിഷമം വന്ന കാര്യം എന്ന് പറഞ്ഞാൽ മലയാളം പറഞ്ഞ് അഭിനയിക്കലായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടായ കാര്യം. ഡബ് ചെയ്തിരിക്കുന്ന എനിക്ക് വന്ന കല്യാണി ആയിരിക്കും, ബിന്ദു പണിക്കറിൻ്റെ മോൾ ആയിരിക്കണം. അത് കാരണം ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുത്തതായിട്ട് കണ്ടു, കല്യാണി പണിക്കർ. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് കൊടുത്തോണ്ട് പുള്ളിക്കാരി ആയിരിക്കാം വിസ്മയ്ക്ക് ഡബ് ചെയ്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. നല്ല നീറ്റ് ഡബ്ബിങ് ആയിരുന്നു, ഒന്നും തോന്നിയില്ല. പിന്നെ പുള്ളിക്കാരിയുടെ നമുക്ക് അറിയുന്ന കാര്യമാണ്, പുള്ളിക്കാരി ഒരു നല്ല ആക്ഷൻ എന്തോ അതിൻ്റെ ശരിക്കുള്ള ടേം എനിക്കറിയില്ല, പഠിച്ചിരിക്കുന്ന സംഭവങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ ജൂഡ് ആൻ്റണി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ജൂഡ് ആൻ്റണിയെ കുറിച്ച് നമുക്ക് പറയാൻ ഓം ശാന്തി ഓശാന എന്നുള്ള വുമൺ ഓറിയൻറ്റഡ് മൂവി എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഡയറക്ടർ ഈ പടവും നല്ല രീതിയിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ കഥ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പുള്ളി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇത് വലിയൊരു സംഭവമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി, ഒരു
ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് ആ രീതിയിൽ ഉള്ളൊരു മൂവിയാണ്. തിയേറ്ററിൽ പോയിട്ട് കാണാൻ മാത്രമുള്ളൊരു സംഭവം അതിൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് ആ ഒരു ഫീല് കിട്ടിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എൻ്റെ അഭിപ്രായമാണ്. പലർക്കും പല അഭിപ്രായമായിരിക്കാം. എനിവേ നല്ല മൂവിയാണ്. ഒരു വൺ ടൈം വാച്ചബിൾ എന്തായാലും പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല മൂവി തന്നെയാണ്. ഓഫ് കോഴ്സ് ഇത് ആശിഷിന് വേണ്ടി വേണമെങ്കിൽ കാണാം. പുള്ളിക്കാരൻ ഒരു പ്രോമിസിങ് ആക്ടറായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. നല്ല കഴിവുള്ള ഒരു ആക്ടറായിട്ട് മാറട്ടെ. വിസ്മയ കുറച്ചുകൂടെ മലയാളമൊക്കെ പഠിച്ച് കുറച്ച് നല്ല കഥാപാത്രങ്ങൾ പുള്ളിക്കാരയ്ക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പോലെ ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടോ. അപ്പം പുള്ളിക്കാരി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. वीडियोस बनाने हैं फिल्मोरा है ना।